നിയമസംഹിത ഇപ്പൊ സദർ മുഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ സദർ മുഅല്ലിം നേരിട്ട് ഇടപെട്ടുകൊണ്ട് നടത്തി തീർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. മദ്രസയുടെ റിക്കാർഡ് സംബന്ധമായ കാര്യങ്ങൾ അവിടെ വളരെ കർക്കശ സ്വഭാവത്തോടെ കൃത്യനിഷ്ഠയോടെ സ്വയം ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു മാതൃകാ നിയമസംഹിതയുള്ള നിയമപാലകനാവണം ആര്? സദർ മുഅല്ലിം അല്ലേ? നമ്മള് സദർ മുഅല്ലിം നേരത്തെ വരില്ല കേട്ടോ, സദർ മുഅല്ലിം നേരത്തെ വരില്ല, മാതൃകാപരമായി വസ്ത്രം ധരിക്കൂല, റിക്കാർഡ് ശരിയാക്കൂല. അങ്ങനെ ഒരാൾക്ക് മറ്റൊരാൾക്ക് പറയാനുള്ള അവകാശമുണ്ടോ? സഹപ്രവർത്തകർ പറയാൻ പറ്റുമോ? പക്ഷെ സദർ മുഅല്ലിം മാതൃകയായാൽ തന്നെ എന്ത് ചെയ്യുള്ളൂ? സഹപ്രവർത്തകർ ഓട്ടോമാറ്റിക്കലി മാതൃകയായിക്കോളൂ. കുറച്ച് പറഞ്ഞാൽ മതിയോ? ഈ പറയുന്നതിനേക്കാൾ നല്ലതായിരിക്കും എന്ത് ചെയ്ത് കാണിച്ചു കൊടുക്കാന്നുള്ളത് അല്ലേ? ഉറപ്പാണ്. പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ സ്വയം ചെയ്യുന്നു. അപ്പൊ സഹപ്രവർത്തകരായ ഉസ്താദ് തോന്നും സദർ മുഅല്ലിം എല്ലാത്തിലും ഒരു മാതൃകയാണ്, അദ്ദേഹം വളരെ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ആവണം. ഇപ്പോ അതിനകത്ത് നമുക്ക് ഒന്നേണ്ട കാരണങ്ങൾ പറയാം. സ്റ്റാഗ്നേഷൻ അല്ലേ? സ്റ്റാഗ്നേഷൻ എന്താണെന്ന് അറിയോ? സ്റ്റാഗ്നേഷൻ അറിയില്ലേ? സ്റ്റാഗ്നേഷൻ ആരാണ് എഴുതുന്നത്? സ്റ്റാഗ്നേഷൻ ആരാണ് എഴുതുന്നത്? എല്ലാ ഹാജർ ബുക്കിന്റെയും ഫസ്റ്റ് പേജ് ആരാണ് എഴുതുന്നത്? സ്റ്റാഗ്നേഷൻ എഴുതുന്നത് ആരാണ്? ക്ലാസ് മുഅല്ലിമാണ് അല്ലേ? ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ കഴിഞ്ഞിട്ടുള്ള പേജ്. അതെന്ത് ചെയ്യണം? സദർ മുഅല്ലിം എഴുതി കൊടുക്കണം. പിന്നെ അതിനെ കണ്ട് തുടർന്ന് മുഅല്ലിം എഴുതി കൊടുക്കും. സ്റ്റാഗ്നേഷൻ സദർ മുഅല്ലിം എഴുതിയാൽ എന്ത് ചെയ്യാനാണ്? കാരണം ഓരോ ക്ലാസ്സിലെയും ക്ലാസ്സിന്റെ സ്റ്റാഗ്നേഷൻ പിന്നെ ഒരു മാതൃക ഒരു വർഷത്തിൽ ചെയ്തു വെച്ചാൽ പിന്നെയുള്ള എല്ലാ വർഷങ്ങളിലും അതെന്താവും? സുതാര്യമായി മാറും. പക്ഷെ ഒരു വർഷം എന്താവണം? ശരിയാവും. ഒരേ ഒരു വർഷം ശരിയായിരുന്നു, ഒരൊറ്റൊരു വർഷം ശരിയായിരുന്നു, ബാക്കിയൊക്കെ ക്ലിയറാവും. അൽഹംദുലില്ലാ. അപ്പോ പിന്നെ അത്തരത്തിലുള്ള ഹാജർ ബുക്കിന്റെ ഉപയോഗം ആ ഒരു മദ്രസ സംബന്ധമായി എന്തെല്ലാം റിക്കാർഡുകളുണ്ട് നമുക്കറിയാം. ഒന്ന് പറയാം, ജസ്റ്റ് ഒന്ന് പറയാം അല്ലേ? പറയണം, ഒന്ന് പറയാം. എന്തൊക്കെയാണ് ഒന്ന് പറയും? ഒന്ന് മദ്രസയുടെ രജിസ്റ്റർ ബുക്ക്, മുഅല്ലിം രജിസ്റ്റർ എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ? 18 മുഅല്ലിമുകളുള്ള മദ്രസയിലെ മുഅല്ലിം രജിസ്റ്റർ ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരു മുഅല്ലിമുള്ള മദ്രസയിലോ അല്ലെങ്കിൽ 2 മുഅല്ലിമുള്ള മദ്രസയിലോ അങ്ങനെ ഒരു മുഅല്ലിം രജിസ്റ്റർ ഇപ്പൊ കണ്ടിട്ടുണ്ടാവില്ല. മുഹദ്ദിസ് വന്നപ്പോഴായിരിക്കും ഇപ്പൊ കണ്ടിട്ടുണ്ടാവുക. ആണോ? മനസ്സിലാവുന്നില്ലേ? പറഞ്ഞ മനസ്സിലാവല്ലോ? കുഴപ്പമില്ലല്ലോ. മുഅല്ലിം മുഹദ്ദിസ് വന്നപ്പോഴായിരിക്കും അങ്ങനെ ഒരു മുഅല്ലിം രജിസ്റ്റർ അവിടെ ഉണ്ടെന്ന് തന്നെ അറിയുക. അതുപോലെ തന്നെ പിന്നെ ഓരോ ക്ലാസ്സിലെയും ഹാജർ പട്ടിക അല്ലെ? ആ ഹാജർ പട്ടിക എത്രത്തോളം കൃത്യമായി അതിലെ റോൾ നമ്പർ, ഇപ്പൊ UID നമ്പർ അല്ലെ, അതിനുശേഷം അതിപ്പോ ഏണസരായിട്ടുള്ളൂ, അതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും. അതായത് ഹാജർ ബുക്കിലെ കുട്ടികളുടെ ആൺ പെൺ കുട്ടികൾ തിരിച്ചുള്ള എണ്ണം എവിടെ ഉണ്ടാവണം? സൈറ്റിൽ ഉണ്ടാവണം. ഇപ്പൊ പണ്ടത്തെ പോലെ പ്രായമുള്ള മനുഷ്യനാണ്, ഇപ്പൊ അത്യാവശ്യം പ്രായമുണ്ട് അല്ലെ? അദ്ദേഹം ഈ മദ്രസയിലേക്ക് വിസിറ്റ് ചെയ്യുക എങ്ങനെയും ടാബുമായിട്ടായിരിക്കും. ചുമതലപ്പെടുത്തപ്പെട്ട റേഞ്ചിലെ മദ്രസകളുടെ ഉസ്താദുമാരുടെ കുട്ടികളുടെ ഫുൾ ബയോഡാറ്റ ഉൾക്കൊള്ളുന്ന കണക്കുമായിട്ട് മനോഹരമായ ടയോട്ടയുടെ ഷോറൂമിലൊക്കെ പോയാൽ അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ പോയാൽ നമ്മുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യും? ഇതിന്റെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവിടുത്തെ സ്റ്റാഫുകൾ വരുന്നെങ്ങനെയാ? ടാബോയിട്ടല്ലേ? അതുപോലെ ആയിരിക്കും മുഫദ്ദിസ് നമ്മുടെ മദ്രസ സന്ദർശിക്കുക. അത്രത്തോളം വിദ്യാഭ്യാസം കൂടെ ഡെവലപ്ഡ് ആയിരുന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഡെവലപ്ഡായ ഒരു സംവിധാനത്തിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവരുടെ നേതാവായ സദർ മുഅല്ലിം ഈ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി നോക്കുന്നവരായിട്ടില്ലെങ്കിൽ എന്താവും? അപാകതകൾ സംഭവിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ദുസ്തൂർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് നിയമസംഹിത എന്നാണ് ഒറ്റ വാക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അത്രത്തോളം കൃത്യനിഷ്ഠയോടെ ആ മദ്രസയുടെ റിക്കാർഡുകൾ ഭംഗിയായി കൊണ്ട് നടക്കുന്ന ഒരാളാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൃത്യമായി ഉപയോഗിക്കുന്ന ഒരാളാവണം. നിയമങ്ങളും തത്വങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നീതിബോധം ആരിലുണ്ടാവണം. അത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ബെറ്ററാണ്
സ്വയം ചെയ്തിട്ട് നിങ്ങൾക്ക് മാതൃകയാവുക എന്നുള്ളത്. ഒരു മാസമായിട്ടും താൻ നന്നായി, തന്നെ അനുയായികൾ നന്നായിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മീറ്റിംഗ് വിളിക്കാം, എന്നിട്ട് വളരെ ഭംഗിയായിട്ട് പറയാം നമ്മുടെ മദ്രസ സിസ്റ്റമാറ്റിക്കായി മുന്നോട്ട് പോകേണ്ട ഒരു മദ്രസയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുപോലെ നമുക്കും ചെയ്യണം, നിങ്ങളും ചെയ്യണം എന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും എന്ത്, നമുക്ക് ചെയ്യണം. ഞാൻ മാത്രം നന്നായത് കൊണ്ട് ഈ മദ്രസ നന്നാവൂല, നിങ്ങളും കൂടി എന്റെ കൂടെ ഒപ്പം ചേർന്ന് ഉണ്ടാകണം എന്ന് സന്തോഷത്തോടെ പറയുമ്പോൾ ഒരിക്കലും ഒരു ദീനിയായ ഇൽമുള്ള ഒരു മുഅല്ലിമിനെ ഞാനത് കൽപ്പിക്കണം. പണ്ടൊരു പള്ളിയിൽ പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ കഥ പറയാം. ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ആ വർഷം ജനറൽ ബോഡി കൂടി പുതിയൊരു സെക്രട്ടറി അപ്പോ പിന്നെ ഇശാസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് ചെയ്യണം, AC പിടിപ്പിക്കാത്തൊരു കാലത്ത് എന്ത് വേണോ, ജനലുകളൊക്കെ അടയ്ക്കണം അല്ലെ. ഇപ്പൊ എല്ലാം AC ജനലടയ്ക്കണം. മോദിമാരുടെ പണി പകുതി കുറഞ്ഞു. എന്താ കാരണം? ആ സാധനം തുറക്കലില്ല. കാരണം ഫുൾ ടൈം AC ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ പക്കത്തിലും AC ഇരുന്നതുകൊണ്ട് ജനൽ തുറക്കലില്ല. പണ്ടങ്ങനെയല്ല, രാവിലെ സുബഹിക്ക് ജനൽ തുറക്കണം. ഒരു പള്ളിയുടെ ജനലൊക്കെ എത്ര 40-50 ഉണ്ടാവും അല്ലേ, ഈ ജനലൊക്കെ തുറക്കണം. വിശ്വാസക്കാർ കഴിയുമ്പോൾ വീട്ടിൽ പോകാൻ പറ്റില്ല, ഇതൊക്കെ എന്ത് ചെയ്യണം, അടക്കണം. അപ്പൊ അങ്ങനെ നടക്കുന്ന വിഷയത്തിൽ പിന്നെ ഒരു പുതിയതായിട്ട് വന്ന സെക്രട്ടറി അങ്ങനെ ഈ ഉസ്താദിനോട് ഇങ്ങനെ എന്ത് ചെയ്തു, പറയുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, പല ജനലടക്കല്ല പൂച്ച പുള്ളി കയറുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് മറുപടി പറയുന്നുണ്ടായിരിക്കും, പക്ഷെ ഞാൻ മറുപടി പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ മഹല്ല സത്യമാണല്ലോ, സത്യത്തിന്റെ പണി എന്തല്ല, സാധാരണ സത്യമാരെന്ത് ചെയ്യില്ല, ഇതെല്ലാം അടക്കിയില്ല. പിറ്റേ ദിവസം ഇശാസ്കാരം കഴിഞ്ഞു, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു, വിത്ർ നിസ്കാരം കഴിഞ്ഞു. ഏകദേശം 90% ആളുകൾ നിന്ന് പള്ളിയിൽ പോയി. ഞാൻ എന്ത് ചെയ്തു, നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ആ ജനലിന്റെ പിന്നെ ഇത് അടക്കാൻ തീരുമാനിച്ചു. മൊഹല്ലാക്കപ്പുറത്ത് അടക്കുന്നുണ്ട്, അടക്കണം. ഞാനെന്ത് ചെയ്തു, അടച്ചു തുടങ്ങിയ 2 ജനൽ അടച്ചപ്പോഴേക്കും ഈ പറഞ്ഞ സെക്രട്ടറിക്ക് കത്തി. ഇന്നലെ ഞാൻ ഉസ്താദിനോട് പറഞ്ഞിരുന്നല്ലോ കൊല്ലാക്കത്തിയില്ല, എല്ലാം അടക്കലില്ല. ഇപ്പൊ ഞാനായിട്ട് അടക്കുകയും ചെയ്യാമല്ലോ. മൂപ്പര് പെട്ടെന്ന് ചെയ്തു വന്നിട്ട് എന്റെ കൂടെ നെല്ലടക്കെ കൂടി. ഇത് പുറത്തടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, കൊല്ലാക്കാർക്ക് മാത്രം സ്വർഗം കിട്ടിയപ്പോഴാണ് നമുക്ക് വേണ്ട സ്വർഗം എന്ന് പറഞ്ഞു. വേറെ ഒന്നും ചോദിച്ചില്ല. കൊല്ലാക്കാർക്ക് മാത്രം സ്വർഗം കിട്ടിയപ്പോഴാണ് നമുക്ക് വേണ്ടത് സ്വർഗം. പള്ളിയുടെ ജനല് വാതിലുകൾ ഒന്ന് അടച്ചു എന്ന് വിചാരിച്ചിട്ടോ നിലത്ത് ചാടി കിടക്കുന്ന അഴുക്ക് നീക്കിയാലോ കൂലി ആർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. ഇത് ഞാൻ മൂപ്പരെ പറയാതെ ബോധ്യപ്പെടുത്തിയതാണ് അത്. പിന്നെ ഒരിക്കൽ ബോധ്യനോട് മൂപ്പര് എന്ത് ചെയ്തില്ല, അങ്ങനെ പറഞ്ഞില്ല. മൂപ്പരും കൂടെ കൂടി സംസ്കാരം മൂപ്പരും കൂടെ കൂടും എന്ത് ചെയ്യാൻ ജനലൊക്കെ. അപ്പൊ എല്ലാവരും കൂടി പറയുമ്പോ മൂപ്പര് കൂടി സെക്രട്ടറി കൂടി ജോയിന്റ് സെക്രട്ടറി കൂടാൻ തുടങ്ങി, സെക്രട്ടറി കൂടാൻ തുടങ്ങി. പിന്നെ നാട്ടിലൊരാൾ കൂടെ തുടങ്ങി. അപ്പോഴത്തേക്കും വളരെ സിമ്പിളാണ് പണി തീർന്നു. മറ്റത് എത്ര 56-54 ജനപ്പാളിൽ ഇത് മൊത്തം ആരടക്കണം, ഈ സാധു അടക്കണം. ഒരു നേർച്ച ഉള്ളത് കൂടി വിശ്വാസക്കാരെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സത്യവും മറ്റേ മൂപ്പരെ അച്ഛന്റെ പറഞ്ഞ എന്ത് ചെയ്യും, കമ്മിറ്റി പിന്നാലെ പോകും. ചുരുക്കത്തിൽ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ ബെറ്ററാണ് നമ്മൾ സ്വയം ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുത്താൽ. എന്നിട്ട് ചിലരുണ്ട് എത്ര ചെയ്ത് കാണിച്ചാലും മാറാത്തവരുണ്ടാവും. അവരോട് സ്നേഹബുദ്ധിയാവുകയും ഉണർത്തുകയും ചെയ്യാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നല്ലോ. ഒരു പ്രധാന അധ്യാപകൻ വിഷയത്തിൽ എന്നോട് പറയാം, സ്ഥാപനത്തിലെ നിയമങ്ങളും കൃത്യമായി പാലിക്കുന്നവനും മറ്റുള്ളവരെ കൊണ്ട് അത് പാലിക്കാൻ പ്രേരിപ്പിക്കുന്നവനുമാകണം. സ്വയം നന്നായാലേ മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റൂല. ഇവ തപ്പൂലമായ തഫ്സീറെന്ന് ചോദിക്കണ്ടല്ലേ, മനസ്സിലായോ? മൂന്നാമത്തത് നമുക്ക് പെട്ടെന്ന് പോവാം. മൂന്നാമത്തത് അക്ഷരത അല്ലെ, റാഗിയെ നമുക്ക് എന്ത് ചെയ്യാം, റിസാലത്ത് എന്നുകൊണ്ട് പറയാം. റിസാലത്ത് അല്ലെ, റിസാലത്തിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും ഒരു അർത്ഥമാണ്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ വിദ്യ, അറിവ് പകരുക എന്നുള്ളതാണ് അല്ലെ. ആ ഒരു ദൗത്യമായി ഏറ്റെടുക്കുക, അതൊരു മിഷനായി ഏറ്റെടുക്കുക. എങ്ങനെ അതൊരു മിഷനായി നമ്മൾ ഏറ്റെടുത്താൽ ഇത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് മദ്രസ സംവിധാനം അഭിമുഖീകരിക്കുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഒന്ന് പറയാമോ? മദ്രസ പ്രസ്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാന്ന് പറയാം? ഒന്ന് രണ്ടാമത് പറഞ്ഞ ഒന്ന് പറയാം. കുട്ടികൾ സമയത്തിന് വരാറില്ല.
കുട്ടികൾ സമയബന്ധിതമായി മദ്രസയിൽ എത്തുന്നില്ല അല്ലെ? മറ്റൊന്ന് പറഞ്ഞു, മദ്രസയുടെ ടൈം കുറഞ്ഞു. നേരത്തെ നമുക്ക് ടൈം കിട്ടിയിരുന്നു, നമുക്ക് ടൈം കിട്ടിയില്ല. ഫിനാൻഷ്യൽ റണ്ണിങ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ഉണ്ടോ? ഓക്കെ ഓക്കെ, പൊതുവെ അത് കുറഞ്ഞു വരുന്ന സമയം പൈസ എല്ലാവരും അല്ലേ? ഇവിടെ കൂട്ടിയത് അതിനോട് താല്പര്യം കൂടുതൽ ചെയ്തപ്പോ ഇതിനെ കഴിവ് പറഞ്ഞു അല്ലെ? അതൊന്ന് പറയോ? അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉസ്താദന്മാർ മദ്രസ സംവിധാനം അഭിമുഖീകരിക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ കാരണവന്മാർ, അതായത് രക്ഷിതാക്കൾ മുഖ്യമായി പ്രയോറിറ്റി കൊടുത്തിരുന്നത് എന്തിനായിരുന്നു? ദീൻ പഠിപ്പിക്കുന്നതിനായിരുന്നു. ഇന്ന് മുഖ്യമായി പ്രയോറിറ്റി എന്തിനാ കൊടുക്കുക? ഭൗതിക വിദ്യാഭ്യാസത്തിനെന്ന് പറഞ്ഞാൽ പറ്റൂല, സ്കൂൾ വിദ്യാഭ്യാസത്തിന് പറഞ്ഞാൽ മാത്രം പറ്റൂല, സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം പിന്നെ അവർക്ക് എന്നും കൊടുക്കണം ട്യൂഷൻ. ഇവിടെ ട്യൂഷൻ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ട്യൂഷനും ഉണ്ട്. സത്യത്തിൽ അത് വലിയ വിചിത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അവസാനം ഇൻഷാല്ലാഹ് പറയുന്ന സമയം കിട്ടുവാണെങ്കിൽ പറയാം. പ്രധാനമായിട്ടും ഈ സ്കൂൾ സംവിധാനത്തോടുള്ള അധികമായ താല്പര്യം വളർന്നു വന്നപ്പോ എന്തിനെ ഇല്ലാതെയാക്കി? മതവിദ്യാഭ്യാസം ഇത്രയൊക്കെ മതി, അത് അടിസ്ഥാനപരമായി കിട്ടിയാൽ മതി. 2 മണിക്കൂർ 1 മണിക്കൂറായി, 3/4 മണിക്കൂറായി, അരമണിക്കൂറായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുഅല്ലിം അതിനകത്ത് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഇനിയിപ്പോ സമയമല്ല, രക്ഷിതാക്കൾക്ക് വേണമെങ്കിൽ എനിക്കും വേണ്ട എന്ന് പറയാൻ പറ്റില്ല. പിന്നെന്ത് വേണം? ലഭ്യമായ സമയത്തിനുള്ളിൽ സാധ്യമാകുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ഈ ദീന വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തേ പറ്റൂ. അതിനാണ് നമ്മളിപ്പോൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ, അതായത് സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ മദ്രസയിൽ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. അതിപ്പോ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ഇതിൽ വരും. കാരണം എന്താ, ഒരു നമ്മുടെ എറണാകുളം ജില്ലയിലൊക്കെ അൽഹംദുലില്ലാഹ് ഇത് വളരെ സക്സസ് ആയി, വളരെ വേഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ വളരെ വേഗത്തിൽ. ഈ വർഷമൊക്കെ ഒരുപാട് മദ്രസകൾ എന്തായി അൽഹംദുലില്ലാഹ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ഗുണം എന്താ വെച്ചാല്, കുട്ടികളെ സംബന്ധിച്ചോളം ഫുൾ ടൈം ഇപ്പൊ എവിടെയാണ്? മൊബൈൽ ഫോണിലാണ്. അവരുടെ ചിന്തകളും അവരുടെ പഠനങ്ങളും അവരുടെ കാഴ്ചകളും എല്ലാം അവരുടെ ഇതിന്റെ ഉള്ളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുഅല്ലിം എന്ന നിലയിൽ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുറെ സമയം ഇങ്ങനെ പറയുന്നതിനേക്കാൾ എഫക്ട് ചെയ്യും എന്ത്? ഡിജിറ്റൽ കണ്ടന്റുകൾ നമ്മുടെ മദ്രസ സ്മാർട്ട് ക്ലാസ് റൂമുകളിൽ ടിവികളിലൂടെ സ്മാർട്ട് ടിവികളിൽ കാണിച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും. ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ തദ്രീബിന്റെ ക്ലാസ്സിന് വന്നപ്പോൾ കാണിച്ചൊരു സംഭവമുണ്ട്. കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്നതും പറഞ്ഞു പഠിപ്പിക്കുന്നതും അജഗജാന്തരം വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? നിങ്ങൾക്ക് അതിൽ ഓർമ്മയാണ്. ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കാര്യം കാണിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല, ഉണ്ടോ? ലാപ്ടോപ്പിലൊന്നും ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത് സാധനമാണ്. ഓർമ്മയുണ്ടോ? യെസ് യെസ് യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് കാണിച്ചു നോക്കണം, അവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം. രണ്ടാമത് ഒന്നുകൂടി എഫക്റ്റ് അല്ലേ? സാവധാനിക്ക് ഓർമ്മയുണ്ട്. മാഷാ അല്ലാഹ്. മൂപ്പരെ അടുത്തുകൊണ്ട് നിന്നിട്ടാണ് ഞാൻ ആ ക്ലാസ്സിന് വേണ്ടി വന്നത്. മൂപ്പറാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ ഓർമ്മയുണ്ട് അല്ലെ? ഒരു ക്ലാസ് പഠിപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോ നമ്മൾ കുറെ പറയുന്നതിനേക്കാൾ എഫക്റ്റ് ചെയ്യും ചെറിയൊരു പ്രവർത്തനം കാണിച്ചു കൊടുക്കണം. ശ്രദ്ധിക്കാൻ നമുക്ക് അല്ലെ? ഇൻഷാ അല്ലാഹ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നത്, നിങ്ങളെ കുറച്ച് ഒരു 5 മിനിറ്റ് കുട്ടികളാക്കാണ്. ഒരു പാഠം മുഴുവൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് എടുക്കാന്ന് അർത്ഥം. ഓക്കെ, നമ്മളൊരു 20 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തെ 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ് വേണ്ടി വരുള്ളൂ. ഓർമ്മയുണ്ടാവൂലേ? ഇൻഷാ അല്ലാഹ്. അതെ, ഞാൻ ചെയ്യുന്നത്, നിങ്ങളൊക്കെ എന്റെ കുട്ടികളാട്ടോ, എന്റെ ക്ലാസ്സിന്റെ കുട്ടികളാണ്. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണൂലേ? ശ്രദ്ധിക്കണോട്ടോ. ഒറ്റക്കാലം നിന്നു. ഇനി നിങ്ങൾ കുട്ടികൾ പാഠപുസ്തകം തുറക്കി പുസ്തകത്തിൽ എന്തുണ്ടാവും? മക്റുഹാത്ത് നിസ്കാരത്തിലെ കറാഹത്തുകൾ എന്നൊരു പാഠം ഉണ്ടാവും.
ആ പാഠത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതിന് തല തുറന്നിടൽ, വസ്ത്രം മടക്കി വെക്കൽ, ചാരി നിൽക്കൽ, പിന്നെ മേപ്പോട്ട് വെക്കൽ, പിന്നെ ഒറ്റക്കാലം നിൽക്കൽ, ഇതൊക്കെ നിസ്കാരത്തിൽ എന്താണ്? കറക്റ്റാണ്. ആരാ പറഞ്ഞ്? ഞാൻ പറഞ്ഞിട്ടില്ല, കുട്ടികളെ പറഞ്ഞു. കുട്ടികളാവുന്ന നിങ്ങൾ പറഞ്ഞു. കുട്ടികളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? പറയിപ്പിച്ചു. ഒരു പാഠം ഇത് ഉസ്താദ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കലാണോ, ഉസ്താദ് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കലാണോ എഫക്റ്റ്? നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവില്ല. അത് പോവോ? എനിക്ക് ഉറപ്പാ പോവില്ല. കാരണം എന്തേ? നമ്മൾ കണ്ണുകൊണ്ട് കണ്ടത് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. വിഷ്വൽസ് ആണ്. ഇന്ന് കുട്ടികൾ ഫുൾ അങ്ങനെയാണല്ലോ. നമ്മളൊരു 1/4 മണിക്കൂർ നിന്ന് പഠിപ്പിച്ചാലും പറഞ്ഞു കൊടുത്താലും ഇവരെ മനസ്സിലുണ്ടാവില്ല. ആ സമയത്ത് കാണിച്ചു കൊടുത്താൽ ആ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു വിഷ്വൽ സംവിധാനം നമ്മുടെ മദ്രസയിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ട് ഉണ്ടായാൽ, ഇൻഷാ അല്ലാഹ് മാനേജ്മെന്റ് പ്രതിനിധികളൊക്കെ ഉണ്ടായെന്ന് ഞാൻ പറയാണ്. നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് ഇടപെട്ടാൽ നമ്മുടെ മദ്രസകളിൽ 8ാം ക്ലാസ് വരെ സ്മാർട്ട് ക്ലാസ് റൂമുകൾക്ക് അനുഗുണമായ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോ ആപ്പ് പോലും വിദ്യാഭ്യാസ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പ് വളരെ മനോഹരമായ ആപ്പ്. പാഠപുസ്തക ശില്പശാല ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വളരെ വേഗത്തിൽ ഇൻഷാ അല്ലാഹ് CC-യിലൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് സെറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ വന്നാല് നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് പറ്റും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ഈ റിസാലത്ത് ഈ സംവിധാനം അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഉസ്താദുമാരിലേക്ക് വളരെ കൃത്യമായി എത്തിക്കാൻ നമുക്ക് പറ്റണം. എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു മിഷൻ നമ്മൾ ഏറ്റെടുത്താൽ എന്തായിത്തീരും? ഒരു കവി പറഞ്ഞില്ലേ, കാതൽ മുഅല്ലിമു അൻ യകൂന റസൂല, അല്ലെ? കാതൽ മുഅല്ലിമു അൻ യകൂന റസൂല, അതായത് മുഅല്ലിം ഒരു റസൂല്, ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോലെയുള്ള പിന്നെ പ്രവാചകന്മാരുടെ ആ ദൗത്യത്തിന്റെ അടുത്തെത്തിയവരാണ് ആര്? ഒരു മുഅല്ലിം. നല്ലൊരു മുഅല്ലിമാണെങ്കിൽ സത്യത്തിൽ മുഅല്ലിമിന്റെ ദൗത്യം എന്താണ്? റിസാലത്തിന്റെ ദൗത്യം. റിസാലത്ത് എന്താണ്? എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വളരെ മനോഹരമായി കാലാനുസൃതമായി കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളുടെ ബുദ്ധിക്കും അഭിരുചിക്കും അനുസരിച്ച് വളരെ കൃത്യമായി അവരിലേക്ക് എന്ത് ചെയ്യുക? ദീൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ നിക്ഷിപ്തമായിട്ടുള്ളത്. മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയാലോ അല്ലെ? നൂഹ് നബിയുടെ ചരിത്രത്തിൽ 950 വർഷക്കാലം പ്രബോധനം നടത്തിയതിനൊടുവിൽ അള്ളാഹുവിനോട് പറയുന്ന ഒരു വർത്താനമുണ്ട് അല്ലെ? എന്താ പറഞ്ഞ അള്ളാഹിനോട്? റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ, അല്ലെ? പടച്ചവനെ, ഞാൻ എന്ത് ചെയ്തു? ലൈലൻ നഹാറൻ, പകലും രാത്രിയും അവരെന്ത് ചെയ്തു? ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഫലം എജിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, എന്റെ ക്ഷണം അവരെന്ത് ചെയ്തിട്ടുള്ളൂ? അകറ്റിയിട്ടേ ഉള്ളൂ. കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് അവരോട് പറയുമ്പോഴൊക്കെയും എന്ത് ചെയ്യും? وجعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا. എന്തൊരു വാക്കാണ്! ഒരു പ്രബോധനന്റെ മനസ്സ് തകർന്നു പോയ വാക്കാണ്. നിരാശയുടെ അങ്ങേയറ്റത്ത് മഹാനായ സയ്യിദുനാ നൂഹ് നബി അള്ളാഹുവിനോട് പറയുന്ന വാക്കാണ്. അവരെ ഞാൻ രഹസ്യമായി പിന്നെ പറയുന്നത്, സുമ്മ ഇന്നി ദഅവ്തു ലഹും വഅസ്റർതു ലഹും ഇസ്റാറാ ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. രഹസ്യമായി, പരസ്യമായി, അല്ലെ? ആളുകൾക്കിടയിൽ വെച്ച് ഒറ്റയ്ക്കും തെക്കും ഒക്കെയായി ഞാൻ പ്രബോധനം നടത്തിയ റബ്ബേ. പക്ഷെ അവരെന്ത് ചെയ്തില്ല? എന്നിൽ നിന്ന് അകന്നു പോകാൻ. ഇതൊരു നിരാശയാണ്. ഒരിക്കലും ആ നിരാശയിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അങ്ങനെ ഒരു നിരാശ സദർ മുഅല്ലിമിന് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് എന്ത് വേണം? എന്താണോ കാലം സൂചിപ്പിക്കുന്നത്? നമ്മുടെ മുമ്പിൽ സമയം കുറവാണോ? ആയിക്കോട്ടെ, എന്ത് വെല്ലുവിളിയാണ്! ഇനിയും ഇതിനേക്കാൾ വലിയ വെല്ലുവിളി വരും, ഉറപ്പാണ്. ഇതിനേക്കാൾ വലിയ വെല്ലുവിളി ദീനി സംവിധാനത്തിന് വരും. നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഉറങ്ങാൻ പാടില്ല. മറിച്ച് എനിക്ക് മുമ്പിൽ ഉണ്ടാക്കി തന്നിട്ടുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ചെയ്യുന്നത്? എന്തെല്ലാം വിഷമങ്ങളുണ്ടായി, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായി, അല്ലെ? നമ്മൾ ചിന്തിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളെ വെച്ച് നോക്കുമ്പോ വലിയൊരു പിന്നെ അല്ലമീനായി ജീവിച്ച ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്തു? ആളുകള്, ആ കൂടെ ഇരുന്നവർ, കുടുംബക്കാർ തള്ളിപ്പറഞ്ഞു, അല്ലെ? എന്താ പറഞ്ഞേ? തള്ളിപ്പറഞ്ഞു. പക്ഷെ ആ തള്ളിപ്പറച്ചിലൊന്നും മുത്തുനബി കേട്ടില്ലേ? മുത്തുനബി എന്ത് ചെയ്ത? നിരാശപ്പെട്ടില്ല, അല്ലെ?
ആ നിരാശപ്പെടാതെ ഒപ്പം നിന്ന് സ്വഹാബത്തിന് നിരന്തരം പ്രബോധനം നടത്തി വിജയത്തിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക് സ്വഹാബത്തിനെ ഉയർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു സദർ മുഅല്ലിം സ്വബറുള്ള ആളാവണം. ദസ്തൂർ നിയമങ്ങളും മറ്റു ചട്ടങ്ങളൊക്കെ കൃത്യമായി പാലിക്കുകയും മറ്റുള്ളവരെ പാലിക്കാൻ പ്രേരിപ്പിക്കുക എന്ന ആളുമാകണം. 3 റിസാലത്ത് അതൊരു വലിയ ദൗത്യമായി തന്നെ ഏറ്റെടുത്ത് കാതൽ മുഅല്ലിമു അയക്കൂന റസൂല, റസൂലിനോളം വളരാൻ കഴിയുന്ന ഒരു അവസ്ഥ നമുക്ക് മുമ്പിൽ മുഅല്ലിം എന്ന നിലയിൽ നമുക്കുണ്ട്. ആ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്തിച്ചേരുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഞാൻ 1-2 കാര്യം സദർ മുഅല്ലിം എന്ന നിലയിൽ, ഇവിടെ സദർ മുഅല്ലിങ്ങൾ മാത്രമല്ല ഉസ്താദ് മുഅല്ലിമുകളും ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു, നമുക്കൊരു മദ്രസയില് ഈ നിയമങ്ങളും ചട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതോടൊപ്പം എന്തെല്ലാം കാര്യങ്ങൾ പുതുതായി കൂടുതലായി ഉൾക്കൊള്ളിക്കാൻ കഴിയും? ഈ ഉസ്താദ് തന്നെ തുടങ്ങിവെക്കട്ടെ. എന്തൊക്കെയാണ് ഉസ്താദ് നിങ്ങളുടെ മദ്രസയിൽ ഉസ്താദ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ എന്ന് പറയാം? എന്തെങ്കിലും പദ്ധതികൾ പുതുതായി? ബോർഡ് പറഞ്ഞത് ചെയ്യണം. അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ ഈ അഭിരുചികളെ വളർത്താൻ ആവശ്യമാകുന്ന സംവിധാനം ഇപ്പൊ സമാജം ഉണ്ടോ? വെക്കണം. നമ്മുടെ മദ്രസ പിന്നെ പൂന്തോട്ടങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. മാഷാ അല്ലാഹ് പൂന്തോട്ടം ഉണ്ട്. അങ്ങനെ പിന്നെ രക്ഷാകർതൃ മീറ്റിങ്ങുകൾ വിളിക്കാറുണ്ടോ? ഉണ്ടോ? പേരൻസ് മീറ്റിംഗ് വിളിക്കാറുണ്ടോ? പേരൻസ് മീറ്റിംഗ് വിളിക്കാറുണ്ടോ? എപ്പോഴാണ് വിളിക്കാറ്? വെക്കേഷൻ സമയത്ത് വിളിക്കും. എക്സാം തുടങ്ങുന്നതിന് മുമ്പോ ശേഷോ? ഒന്ന് പറയോ? എക്സാം തുടങ്ങുന്നതിന് മുമ്പോ ശേഷോ? എക്സാം കഴിഞ്ഞിട്ട്. പൊതുവായി നമ്മൾ വിളിക്കാറുള്ളത് എക്സാം കഴിഞ്ഞിട്ടാണ്. എനിക്ക് തോന്നുന്നു എക്സാമിന് മുമ്പ് വിളിച്ചാൽ കുറച്ചുകൂടി എഫക്ട് ചെയ്യും. ഇനി പേരൻസ് മീറ്റിങ്ങുകളിൽ പ്രധാനമായും നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എന്താണ്? കുട്ടികളുടെ പെർഫോമൻസ്, കുട്ടികളുടെ പഠന നിലവാരത്തെ കുറിച്ച് ചർച്ച ചെയ്യും. മറ്റു കാര്യങ്ങളൊക്കെ പറയും. അൽഹംദുലില്ലാഹ്. പക്ഷെ അതോടൊപ്പം ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾ ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. ഒരു പേരൻസ് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് നമ്മൾ മിക്കവാറും പറയുന്നത് കുട്ടികളുടെ കുറച്ച് കുറ്റങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമാണ് അല്ലെ? എനിക്ക് തോന്നുന്നു കുട്ടികളുടെ പൊതുവായിട്ടുള്ള കുറ്റങ്ങൾ രക്ഷിതാക്കളോട് പറയുന്നതിനേക്കാൾ അപ്പുറം ഓരോ രക്ഷിതാവിനോടും ആ രക്ഷിതാവിന്റെ കുട്ടിയെ സംബന്ധിച്ചുള്ള ചില പോരായ്മകൾ പങ്കുവെക്കാം. പൊതുവായിട്ടുള്ള കുറ്റങ്ങൾക്കപ്പുറം സ്വന്തം വീട്ടിൽ ദീനീ ചിട്ടയോടെ ജീവിക്കുന്ന ഒരു സംവിധാനത്തെ, അതായത് സ്വന്തം മാതാപിതാക്കൾ മക്കൾക്ക് റോൾ മോഡലാകുന്ന, ഇതിനാവശ്യമാകുന്ന സഹായകമാകുന്ന എന്തെങ്കിലുമൊക്കെ കുറച്ച് ടിപ്സുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവരെ നേരെ വീട്ടിൽ അത് പ്രസന്റ് ചെയ്യും. ഉദാഹരണത്തിന് വാപ്പയും ഉമ്മയൊക്കെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോ സുന്നത്തുകൾ കുറയേണ്ടത് പാലിക്കാറില്ല. പക്ഷെ ഒരു ദിവസം വരുന്ന സമയത്ത് ഭക്ഷണ മര്യാദകളെ കുറിച്ചുള്ള ഒരു നല്ലൊരു ക്ലാസ് അത് ഹൃദയത്തെ തട്ടുന്ന രൂപത്തിൽ പേരൻസിന് കൊടുക്കാം. കാരണം ഈ പേരൻസ് എന്നൊക്കെ പറഞ്ഞാൽ ജോലിയും പണി അധ്വാനം മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണല്ലോ. അവർക്ക് ഒരു ഭക്ഷണ മര്യാദയെ കുറിച്ചുള്ള ഒരു ടിപ്സ് കൊടുക്കാം. അത് അങ്ങനെ വല്ലാതെ ഒരു 10-15 മിനിറ്റ് എങ്ങനെ പറയാം, ഒരു വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എത്ര സുന്നത്തുകളെ ജീവിപ്പിക്കാൻ പറ്റും ഒന്ന് പറയാമോ? പെട്ടെന്ന്. വലത് കൈ കൊണ്ട് കഴിക്കാം, ബിസ്മില്ലല്ല, ഇരുന്ന് കുടിക്കാം, മൂന്ന് പേർക്കായിട്ട് കുറച്ച് കുടിക്കാം. പിന്നെ കുടിച്ചാൽ അൽഹംദുലില്ലാഹ് പറയാം. ഓക്കെ. ഇനി പറയാത്തൊരു സാധനമുണ്ട്. വെള്ളത്തിലേക്ക് നോക്കാം. അതാണ് പറയാത്തത് അല്ലെ? വെള്ളത്തിലേക്ക്, കുടിക്കുന്ന പാനീയത്തിലേക്ക് നോക്കുക എന്നത് ഒരു സുന്നത്താണ്. പക്ഷെ നമ്മൾ മീൻസ് രക്ഷിതാക്കളായ നമ്മൾ മുഅല്ലിമീങ്ങളാണ്. രക്ഷിതാക്കളായ നമ്മൾ നോക്കുന്നത് എന്തിലേക്കാണ്? ഒന്നിരിക്കൽ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളിന്റെ സമീപത്തുള്ള ടിവിയില്, അല്ലെങ്കിൽ ഇടത് കയ്യിൽ മൊബൈലും വലത് കയ്യിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഇത് രക്ഷിതാക്കൾ അനുവർത്തിക്കുന്നു. കുട്ടികൾക്ക് ഇത് കിട്ടിയേ പറ്റൂ. ഇവിടെ ഉണ്ടോ? കുട്ടികൾക്ക് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടിവിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയില്ലേ? ഉണ്ടല്ലേ? അതിന്റെ വലിയ ഭവിഷ്യത്ത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം.
അതുകൊണ്ട് ശാരീരികമായ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അള്ള നൽകിയ ഈ ആഹാരത്തെ ഒന്ന് നോക്കാൻ പോലും, മനസ്സുകൊണ്ട് അതിനെ ഇഷ്ടപ്പെട്ടിറക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ എന്നൊരു ചിന്ത അവർക്ക് ഇട്ടുകൊടുക്കാൻ നമുക്ക് പറ്റണം, ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം മറ്റു സുന്നത്തുകളൊക്കെ നമ്മൾ പാലിക്കുന്നതാണ്. ഒരു വീട്ടിലെ ഒരു പേരൻസ് മീറ്റിംഗിൽ, വർഷത്തിൽ 3 പേരൻസ് മീറ്റിംഗ് ഏറ്റവും ചുരുങ്ങിയത് വിളിക്കണം. അവർക്ക് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വെച്ച് ഇത്തരം ചില കാര്യങ്ങളുടെ ഒരു തിരിച്ചെത്തിയ വീട്ടിൽ പകർത്താൻ ആവശ്യമാവുന്നത് പകർന്നു കൊടുക്കണം. അപ്പൊ രക്ഷിതാവ് തിരിച്ചു പോകുമ്പോൾ ഒരു തോന്നലുണ്ടാവും, പഠിച്ചോനെ ഇന്ന് പേരൻസ് മീറ്റിംഗിന് പോയിട്ട് എനിക്ക് ഇത്രയും കുറെ സുന്നത്ത്, റസൂലുള്ളാഹിന്റെ കുറെ സുന്നത്തുകൾ കിട്ടിയല്ലോ അല്ലെ. അപ്പൊ ആ ഒരു സുന്നത്തുകൾ അവരുടെ വീട്ടില് ഒരു 60% രക്ഷിതാക്കളെ ഉപയോഗപ്പെടുത്തിയാൽ അത്രയും ഹൈറായില്ലേ, അത്രയും വീടുകൾ എന്തായി, ദീനി ചിട്ടയുള്ള വീടായി. പിന്നെ മറ്റൊരിക്കൽ മുതിർന്നവരെ ബഹുമാനിക്കുന്നത്, ഇളയവരോട് കരുണ കാണിക്കുന്നത്, സഹജീവികളോടുള്ള കാരുണ്യം, ഇതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി ഒന്ന് പകർന്നു കൊടുക്കാം. അങ്ങനെ അങ്ങനെ ഓരോ ക്ലാസ്സുകളിലും വളരെ കൃത്യമായി വസ്ത്രധാരണം, ഭക്ഷണ മര്യാദ, നമ്മൾ മദ്രസയെ പഠിക്കുന്ന ചെറിയ ചെറിയ ടിപ്സുകൾ വളരെ മനോഹരമായി ഒന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ മഹാത്മ്യം അല്ലെ ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലാ അഹ്ലി ബൈത്തി വഹും യഅ്കുലൂന ജമാഅ, എത്ര സുന്ദരമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത്തരം പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാം. അസംബ്ലി വിളിക്കാം, ഇടയ്ക്കിടയ്ക്ക് അസംബ്ലി വിളിക്കാം മദ്രസയിൽ, ഉണ്ടാവൂലേ? കഴിയൂലേ? സമാജങ്ങൾ നടത്താം, ഇടയ്ക്ക് സമാജം. അതിനൊക്കെ അവിടെ സമയം ചോദിക്കരുത്, നമുക്ക് സമയം ഉണ്ടാക്കിയേ നടക്കുള്ളൂ അല്ലെ. അങ്ങനെ അങ്ങനെ ഒരുപാട് പദ്ധതികൾ മദ്രസയിൽ ഓരോ വർഷവും കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യണം, പറ്റണം. അത് മദ്രസ സദർമാലിന്യം തീരുമാനിച്ചാൽ എന്ത് ചെയ്യും, നടക്കും. നല്ലൊരു ഗാർഡൻ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒറ്റ കാര്യം പറയാം, അലുമിനി മീറ്റ് സംഘടിപ്പിക്കാം. എന്താ അലുമിനി മീറ്റ്? മദ്രസ വിട്ടുപോയ കുട്ടികൾ, അത് വിട്ടുപോയതോടുകൂടി എല്ലാ കണക്ഷനും വിട്ടുപോകാൻ പാടില്ല. അവരെ ഒന്ന് വിളിച്ചു ചേർക്കാം, ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഒരു സംവിധാനം രൂപപ്പെടുത്തിയെടുക്കാം. സദർ മുഅല്ലിം കുറെ വർഷം നിന്നയാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ സദർ മുഅല്ലിമിന്റെ ശിഷ്യന്മാരായിരിക്കും ഇവർ. അവരെ വിളിച്ചു ചേർത്തിട്ട് അവരുടെ ഒരു സംഘടിത രൂപം ഉണ്ടാക്കിയിട്ട് ആ നാട്ടിൽ ദീനീപരമായ കാര്യങ്ങളിൽ ഇവരെ നന്നായിട്ട് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. അപ്പൊ സുഹബത്തുൽ ഉസ്താദ്, സുഹബത്തുൽ മസ്ജിദ്, സുഹബത്തുൽ മദ്രസ, ഈ സുഹബത്തിലൂടെ ഈ കുട്ടി എന്താവും, ഈ മദ്രസ വിട്ടുപോയ കുട്ടി ദീനിയായിട്ട് തന്നെ നിലനിൽക്കും അല്ലെ. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് സദർമാലിന്യം പ്രത്യേകം ശ്രദ്ധ വെക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റെടുക്കില്ലേ? കാരണം ഇന്ന് മദ്രസ വിട്ടുപോയ കുട്ടികൾ പിന്നെ പതുക്കെ ലിബറലിസത്തിലേക്കും മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും നിസ്കാരം ഉപേക്ഷിക്കുന്നതിലേക്കൊക്കെ വിട്ടുപോകുന്നതിലും ഒരു പരിതാപകരമായ കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. കാരണം എന്താ, അവർക്ക് സുഹൃത്ത് കിട്ടാതെ വന്നുകൊണ്ടാണ്. ആ സുഹൃത്ത് ഉണ്ടാക്കാനുള്ള ഏക വഴി എന്താണ്? ഒരു അലുമിനി മീറ്റ് സംഘടിപ്പിക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു മാസത്തേക്കുള്ള കർമ്മപദ്ധതികൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കുക. അവർ ഒരു മാസത്തിനുള്ളിൽ അത്തരം കർമ്മപദ്ധതികളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ശരിയാക്കുള്ള മറ്റു ഉദാഹരണത്തിന് മദ്രസയുടെ പരിസരം വൃത്തിയാക്കൽ ഒരു ഞായറാഴ്ച, അങ്ങനെ അങ്ങനെ ഒരുപാട് പദ്ധതികൾ അവർക്ക് എന്ത് ചെയ്യണം, ഇട്ടുകൊടുത്താൽ ഇൻഷാ അല്ലാഹ് അവർ നമ്മളുമായിട്ട് എന്ത് ചെയ്തോളും, ചേർന്ന് നിന്നോളും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പറഞ്ഞ് ബോറാക്കുന്നില്ല. ഇത് നടപ്പിലാക്കാൻ പറ്റൂലേ? നല്ലൊരു സദർമാല്യമായി കഴിഞ്ഞാൽ തന്നെ മദ്രസ എന്താവും, അപകടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. സഹപ്രവർത്തകരുടെ വാക്കുകളൊക്കെ ശ്രദ്ധാപൂർവം കേട്ട് അവരുമായി മുഷാവറ നടത്തി, അവരുമായി ചർച്ച ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസയുടെ പുരോഗതി നെഗറ്റീവ് അടിക്കുകയേ ചെയ്യരുത്. നെഗറ്റീവ് നമുക്കതിനൊന്നും കഴിയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് ആ വിഷയം ചർച്ച അവിടെ പുസ്തകപ്പെടണം. പിന്നെ മൂപ്പരുടെ അഭിപ്രായത്തിന് വലിയ വില ഉണ്ടാവില്ല. എന്താ കാരണം? അവരെ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ചേർത്ത് നിർത്തണം. ഇതിനൊന്നും കഴിയില്ല എന്ന് പറയരുത്, എല്ലാത്തിനും കഴിയും. നിരന്തരമായ സ്വപ്നം കാണാൻ എത്തിക്കൽ നമ്മളെ പഠിപ്പിച്ച സാധനമാണെന്ത്, സ്വപ്നം കാണാൻ കുട്ടികളെ പഠിപ്പിച്ചു, നമ്മളെല്ലാവരും പഠിപ്പിച്ചു. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ വിഷയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, സമയം 10:07 മണിക്കൂറായിരുന്നു അല്ലെ. ഇൻഷാ അല്ലാഹ് അപ്പോ ആ വിഷയം സദർ മുഅല്ലിം ആരാകണം എന്ന വിഷയത്തിൽ ചെറിയ നിർദ്ദേശം, ഒരുപാട് ഇനിയും പറയാനുണ്ട്. ഒരുപാട് പറഞ്ഞാൽ ബോറാവുകയും ചെയ്യും, മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ജമിയത്തുൽ മുഅല്ലിമീന്റെ കർമ്മ പദ്ധതികൾ ഇൻഷാ അല്ലാഹ് ഒരു 5-10 മിനിറ്റ് കൊണ്ട് വേഗത്തിൽ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ചെറിയ ഗ്യാപ്പിന് വേണ്ടി, ഒന്ന് ഐസ് ബ്രേക്കിന് വേണ്ടി ഒന്ന് എഴുന്നേൽപ്പിക്കാവും. ഇനി ഒന്ന് വലത്തോട്ട് തിരിഞ്ഞാല് റാഹത്താവും. എല്ലാവരും ഒന്ന് ഒറ്റ തിരിയാ. അങ്ങനെ കയ്യിലെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് പോക്കറ്റിടോ. അങ്ങനെ 2 കയ്യും ഒന്ന് മുമ്പിൽ നിൽക്കുന്ന ഉസ്താദിന്റെ ഷോൾഡർ പിടിച്ചാൽ മതി. മുമ്പിൽ നിൽക്കുന്ന ഉസ്താദിന്റെ ഷോൾഡർ 2 കൈ ഒരു കൈയാക്കണ്ട, 2 കൈ. എന്നിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് ഞെട്ടി കൊടുക്കുക. ഇവിടെ
സോഫ്റ്റ് ആയിട്ട് ഒന്ന് നെറ്റി കൊടുത്ത് അതൊക്കെ സോഫ്റ്റ് ആയിട്ട് മതിയേ. അൽഹംദുലില്ലാ ഒരു 3, 4, 5 വട്ടം ആയിക്കോട്ടെ, കുഴപ്പമില്ല, കുറവില്ല. 5 വട്ടം ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് ഒരു 5 വട്ടം ആയിക്കോട്ടെ. അത് കിട്ടും, പേടിക്കണ്ട, അങ്ങനത്തെ ഉണ്ടാവും. കിട്ടില്ല, 5 വട്ടായില്ലേ? സോഫ്റ്റ്. നേരെ നിൽക്കാൻ പറഞ്ഞു, നേരെ നിൽക്ക്. അമാം. പിന്നെ നേരെ ഷിമാൽ നേരെ ഇങ്ങോട്ട്. ആ കിട്ടിയതങ്ങ് തിരിച്ചു കൊടുത്ത്. നിങ്ങൾക്ക് കിട്ടിയത് സോഫ്റ്റ് ആണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് കൊടുക്കുക, മീഡിയം ആണെങ്കിൽ മീഡിയം ആയിട്ട് കൊടുക്കുക, ഹാർഡാണെങ്കിൽ ഹാർഡായിട്ട് കൊടുക്കുക. കിട്ടിയത് തിരിച്ചു കൊടുത്തത്. ഇനി ഞാനിത് അന്ന് പെരുമ്പാവൂരിൽ നിന്ന് വന്നിട്ട് നെക്ക് വാങ്ങിച്ചതെന്ന് പറയരുത്. മാഷാ അല്ലാഹ്, കിട്ടിയത് തിരിച്ചു കൊടുത്തല്ലോ അല്ലേ? മാഷാ അല്ലാഹ്. കാരണം ഒന്നും ഇങ്ങോട്ട് കിട്ടുമ്പോൾ അതേപോലെ തിരിച്ചു കൊടുക്കണമല്ലോ, അധികം ആവാൻ പാടില്ലല്ലോ. ഇൻഷാ അല്ലാഹ് റാഹത്തായില്ലേ? എന്ത് രസാറായില്ലേ? മരിക്കാം ഇൻഷാ അല്ലാഹ്. നീ വേണോ? തിരിച്ചു കൊടുത്ത്. കാരണം കിട്ടിയിട്ട് നീ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? മാഷാ അല്ലാഹ്. ഇനി ജമിയത്തുൽ മൗലിദ് നമുക്കറിയാം, ഈ 10,000-കണക്കിന് മദ്രസയിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാരുടെ സംഘടിത രൂപമാണ് ജമിയത്തുൽ മൗലിദ്. അത് 60-ാം വാർഷികം കഴിഞ്ഞു. എവിടെ 60-ാം വാർഷികം എവിടെ കഴിഞ്ഞു? കൊല്ലത്ത്. മാഷാ അല്ലാഹ്, കൊല്ലത്ത് കഴിഞ്ഞു. 60-ാം വാർഷികം കഴിഞ്ഞിട്ട് ഒരുപാട് ആയില്ല, പക്ഷെ 70-ാം വാർഷികത്തിലേക്ക് നമ്മളതാ എത്തിക്കഴിഞ്ഞു. വർഷങ്ങൾ വളരെ വേഗത്തിൽ ഓടുകയാണ്. ജമിയത്തുൽ മൗലിദ് എന്ന പ്രസിദ്ധമായ മനോഹരമായ സംവിധാനം 70-ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടന സമ്മേളനം ഇൻഷാ അല്ലാഹ് 2027 ജനുവരി മാസത്തില് നീലഗിരിയിൽ വെച്ച് നടക്കാണ് സംസ്ഥാനതല ഉദ്ഘാടനം. അപ്പൊ 2027 അത് നടക്കുമ്പോ 28, 29 2029 എത്ര വർഷമാവുക? കാരണം 959 ജമിയത്തുൽ മൗലിദ് ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 2029 ആകുമ്പോ 70 വർഷം പൂർത്തിയാകും. ഈ 70 വർഷം പൂർത്തിയാകുമ്പോഴേക്കും നമുക്കൊരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ജമിയത്തുൽ മൗലിദിന്റെ ഈ മെമ്പർമാരുടെ പുരോഗതിക്ക് ആവശ്യമാകുന്ന നിരവധി പദ്ധതികൾ ഈ സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 60-ാം വാർഷികത്തിന് അൽഹംദുലില്ലാഹ് എല്ലാ ജില്ലയിലും മുഅല്ലിം മൻസിലുകൾ കൊടുത്തിരുന്നു അല്ലെ? ആ സമയത്ത് തന്നെ ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചിരുന്നു. ഗ്രാറ്റുവിറ്റി എന്താണെന്ന് അറിയില്ലേ? നമ്മുടെ ഗവൺമെന്റ് സംവിധാനത്തിലാണ് സാധാരണ എന്തുള്ളത്? ഗ്രാറ്റുവിറ്റി ഉള്ളത്. പക്ഷെ ജമിയത്തുൽ മുഅല്ലിമീനിൽ അംഗങ്ങളായിട്ടുള്ള ഓരോ മുഅല്ലിമിനും അദ്ദേഹത്തിന്റെ സേവനം നിർത്തുന്ന സമയത്ത് പെൻഷൻ പാസ്സാവുന്നതോടുകൂടി ഗ്രാറ്റുവിറ്റിയും എന്ത് ചെയ്യും? പാസ്സാവും. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവസാനം സേവനം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ ശമ്പളം, ഇതൊക്കെ ശമ്പളം ഞാൻ പറഞ്ഞത് കൂടി പോകാനും പാടില്ല, ഒരു 12 അത് പറയാം, 15,000 രൂപയാണ് ശമ്പളം കൂട്ടിയത്. എത്ര സംഭവം? 2 കോടി പള്ളി മദ്രസയോടെ കൂടിയാണ്. ആയിക്കോട്ടെ, അതാണ് കുഴപ്പമൊന്നുമില്ല, അത് 15,000 കുഴപ്പമൊന്നുമില്ല. 15,000 രൂപ ശമ്പളം ഉള്ള സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സേവനത്തിൽ നിന്ന് പിരിയുന്നത്. അപ്പോൾ പെർ ഡേ എത്ര ദിവസമുണ്ട്? എത്ര രൂപയുണ്ട്? 500 രൂപ അല്ലെ? അതെ, 500 രൂപ. ഈ 500 ഇൻറ്റു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 5, 15 ഇൻറ്റു 5 എത്രയായി? 500 ഇൻറ്റു 5 2,500. 2,500 ഇൻറ്റു അദ്ദേഹത്തിന്റെ സേവനകാലം ചുരുങ്ങിയത് 30 വർഷം എന്ത് ചെയ്യണം? 30 വർഷം അദ്ദേഹത്തിന് എന്ത് വേണം? സേവനം വേണം. 30 വർഷം കഴിഞ്ഞിട്ട് 40 വർഷത്തിന് നമുക്കൊക്കെ അൽഹംദുലില്ലാഹ് നമ്മളൊരു 25-ാമത്തെ വയസ്സിൽ സേവനത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 40 വയസ്സ് കേട്ടാണ് അള്ളാഹെ തോക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പുസ്തകാനൊക്കെ വയസ്സ് അല്ലേ? അള്ളാഹു വാക്കിയിട്ട് അറിയും പറ്റും. 25 വർഷം സേവനം കഴിഞ്ഞു. ഞാനും എനിക്കിപ്പോ ഇത്രയും എനിക്ക് 10-24 വർഷം സേവനം ഉണ്ട് ഇപ്പോ അൽഹംദുലില്ലാഹ്. അപ്പൊ അങ്ങനെയാണ് കഴിഞ്ഞത്. 40 വർഷത്തിൽ നമ്മൾ സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ 30 വർഷം പെൻഷൻ കിട്ടും, പിന്നെ എന്തും ഗ്രാറ്റുവിറ്റിയും കിട്ടും. 40 വർഷം സേവനം ചെയ്താൽ ഈ 2,500 ഇൻറ്റു 40 ഈ സിഗരറ്റ് എത്രയാ? കണക്കൂട്ടിക്കേ അല്ലേ? 1,00,000. 40 ഇൻറ്റു 2,500 കറക്റ്റായില്ലേ? 1,00,000 രൂപ ഗ്രാറ്റുവിറ്റി കൊടുക്കും. ഇപ്പൊ നാളെ അടുത്ത 20-ാം തീയതി സംസ്ഥാന ജമിയത്തുൽ മുഅല്ലിമീൻ ജനറൽ കൗൺസിലാണ്, ജനറൽ ബോഡിയാണ്. ആ ജനറൽ ബോഡിയിൽ നാളിതുവരെ കൊടുത്ത, അതായത് 60-ാം വാർഷികത്തിന് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ കേവലം 7 വർഷമേ ആയിട്ടുള്ളൂ. ഈ 7 വർഷത്തിനുള്ളിൽ
കോടിക്കണക്കിന് രൂപ. കഴിഞ്ഞ 5-ാം തീയതി മീറ്റിംഗിൽ ആ റിപ്പോർട്ട് കണക്ക് വായിച്ചപ്പോൾ നമ്മൾ രണ്ടാമത് കേട്ടവരാണ് അല്ലെ. കോടിക്കണക്കിന് രൂപയാണ് ഉസ്താദുമാർക്ക് 34 കോടി രൂപ ഒരു വർഷം. 15 കോടി രൂപയോളം 15 കോടി രൂപയുടെ മുകളിൽ 34 കോടി എല്ലാ വർഷവും ഇല്ല, ഏകദേശം കൊടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് ആലോചിക്കും. അങ്ങനെ ഒരു ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇപ്പോ ഈ സമസ്ത 100ാം വാർഷികത്തോടനുബന്ധിച്ച് മുഅല്ലിം മൻസിലുകൾ 10 ലക്ഷം രൂപ. ഗവൺമെന്റ് എത്ര ലക്ഷം രൂപ കൊടുക്കാം? 4, 3, 5 ഒക്കെയാണ്. 10 ലക്ഷം രൂപ ചെലവിൽ എല്ലാ ജില്ലയിലും മുഅല്ലിം മൻസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരിയിലും കിട്ടിയില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. അത് ആ ആ മനസ്സിലായില്ല. MSR എടുക്കുമ്പോഴല്ല സാറേ, അദ്ദേഹം സേവനത്തിൽ നിന്ന് പിരിയുമ്പോ അപ്പൊ ഗ്രാറ്റുവിറ്റി കുറഞ്ഞു പോകും. പക്ഷെ അദ്ദേഹം കാണിക്കേണ്ടത് അദ്ദേഹത്തിന് കിട്ടിയ ശമ്പളം കാണിക്കാം. പക്ഷെ എടുക്കുന്ന സമയത്ത് ഉള്ളതല്ല നോക്കുക, പിരിയുന്ന സമയത്ത്. അപ്പൊ എന്റെയൊക്കെ അങ്ങനെ കിട്ടി എനിക്ക് 600 ശമ്പളമുള്ളൂ. ഞാൻ സേവനം ചെയ്യുന്ന എന്റെ ആദ്യത്തെ മുഅല്ലിം സേവന രംഗത്ത് ഞാനൊരു മദ്രസ എനിക്ക് 500 ശമ്പളമാണ്. 500 രൂപ. പിറ്റത്തെ വർഷത്തെ 600 രൂപയായി. പക്ഷെ ഇപ്പോ എന്റെ ശമ്പളം ചോദിക്കരുത്. പക്ഷെ ഇനി അൽഹംദുലില്ലാ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എന്താവും? ഇനി അത് കൂടുമല്ലോ? ഇനിയും ഒരിക്കലും കുറയില്ലല്ലോ. കുറയോ? ഇല്ല. മഹല്ല് മാറേ കൂടുള്ളൂ. അല്ല, എനിക്ക് മഹല്ല് മാറുന്നതനുസരിച്ച് കൂടെ കിട്ടുള്ളത്. ഈ 500 തുടങ്ങി ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു 30ലേക്ക്. അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് അതിന്റെ പുരോഗതിയാണ് കിട്ടുകയുള്ളൂ. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ലൊരു മുഅല്ലിമായി സേവനം ചെയ്താൽ, നല്ലൊരു സദർ മുഅല്ലിമായി സേവനം ചെയ്താൽ നമ്മളെ വിളിക്കും, മഹല്ലുകാർ വിളിക്കും. അദ്ദേഹം കുഴപ്പമില്ല, അദ്ദേഹത്തെ കൊണ്ടുവന്ന ഞാൻ എന്റെ ഹക്ക് കണ്ണന്തറ പോലെയുള്ള പെരുമ്പാവൂരിലെ ഏറ്റവും വലിയ മദ്രസ, ഏറ്റവും നല്ല വലിയ മഹല്ല്, ആ മദ്രസയിൽ വെറും സദറായിട്ട് ഉസ്താദ് വന്നാൽ മതി. പഠിപ്പിക്കുക വേണ്ട, മദ്രസ സിസ്റ്റം ശരിയാക്കി തന്നാൽ മതി. നല്ലൊരു ശമ്പളം ഞങ്ങൾ വെറുതെ ഒരു മദ്രസയിൽ ക്ലാസ്സിൽ പഠിപ്പിക്കണ്ട വന്നാൽ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായി. അൽഹംദുലില്ലാ, അന്ന് ഞാനത് സന്തോഷപൂർവ്വം നിരസിച്ചു. കാരണം എന്താ വെച്ചാൽ ഉസ്താദുമാരെ മേക്കുക എന്നുള്ളത് ചെറിയ പണിയല്ല. മാത്രമല്ല, എനിക്ക് മദ്രസയിൽ മുഅല്ലിമായിട്ട് മാത്രം നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ പള്ളിയിലെ പെരുമ്പാവൂർ ടൗണിലെ ഖത്തീബായി നിൽക്കുമ്പോൾ പിന്നെ അതിലേക്ക് മാറുന്നത് കേവലം മദ്രസ പേര് നടത്തിയെന്ന് പോകുന്നത്. അങ്ങനെ നമ്മളെ തേടി വരും. നമ്മൾ എന്താക്കിയാൽ ഇൻഷാ അല്ലാഹ് മുഖ്ലിസീങ്ങളായ ഇഖ്ലാസുള്ള ആത്മാർത്ഥല്ല മുഅല്ലിമുകളായ അള്ളാഹു അത്തരക്കാർ നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് സംഭവത്തിലെ സേവനം നിർത്തുന്ന സമയത്തുള്ള ശമ്പളം നോക്കുക, അതപ്പൊ എത്രയാണ് കൊടുക്കുക. അതിൽ വഞ്ചന കാണിക്കുന്നത് മാത്രം, കിട്ടണത് കാണിക്കണം, അത്രേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. കിട്ടണത് കാണിക്കണം. കാരണം കൊല്ലത്തിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, വേതന വിഹിതം അടയ്ക്കുന്നുള്ളൂ. 30,000 ശമ്പളം വാങ്ങിച്ചാലും 1000 കൊടുക്കണ്ടേ? വർഷത്തിൽ 1000 കൊടുത്താൽ മതിയല്ലോ. 1000 ഗ്രാറ്റുവിറ്റി ആയിട്ട് വരുമ്പോൾ എത്ര മാറ്റം? ഭയങ്കര മാറ്റാവൂലേ? നേരത്തെ പറഞ്ഞ 1 ലക്ഷം എത്ര മാറ്റാവും? ഇരട്ടിയാവും, 2 ലക്ഷമാവും ഇൻഷാ അല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദ്ധതികളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടി ചേർന്ന് നിർത്തിയാൽ ഒരുപാട് പദ്ധതികൾ അൽഹംദുലില്ലാഹ് ജമിയത്തുൽ മുഅല്ലിമീൻ അനുവർത്തിക്കുന്നുണ്ട്. ഉദ്ഘാടന സമ്മേളനം ഞാൻ നേരത്തെ പറഞ്ഞു. അതിനുശേഷം 27 പിന്നെ റേഞ്ച് സമ്മേളനം നടക്കുന്നുണ്ട്, ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ 2029 ഡിസംബറിൽ സംസ്ഥാന സമ്മേളനം വരുന്നുണ്ട്. പിന്നെ സാമൂഹ്യ സന്നദ്ധ സേവകർ, അതായത് മുഅല്ലിം സമൂഹത്തിൽ നിന്ന് സാമൂഹ്യ സന്നദ്ധ സേവകർ എന്ന് പറയുന്ന ഒരു ടീമിനെ, കിഫായ എന്നാണ് എന്നെ പറയാ, എന്താ പറയാ, കിഫായ എന്ന ടീമിനെ സജ്ജമാക്കുന്നുണ്ട്. റേഞ്ചിൽ നിന്ന് ചുരുങ്ങിയത് 5 പേര്. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മുഅല്ലിമീങ്ങൾ നമുക്ക് ഈ വസ്ത്രം ധരിച്ച് നമ്മൾ ഇറങ്ങിയ സമൂഹത്തിൽ ഇറങ്ങിയിരിക്കും, നമുക്ക് വലിയ സ്വീകാര്യത ഉണ്ടാവൂലേ? ഇപ്പോ ഓരോ കാലത്ത് പ്രളയവും അതുപോലെ ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കുറെ ആളുകൾ സന്നദ്ധ സേവകരായിട്ട് ഇറങ്ങും. പക്ഷെ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മുഅല്ലിം എന്ന നിലയിൽ ഒരാൾ ഇറങ്ങുമ്പോൾ അതിന് ഭയങ്കര കബൂലിയത്ത്, സ്വീകാര്യത കിട്ടുമല്ലേ? മാത്രമല്ല, അള്ളാഹുവിന്റെ പക്കൽ വലിയൊരു ഇബാദത്ത് കൂടിയാണല്ലോ. അതായത് ഒരു മരണ വീട്ടിൽ ചെന്നാല് ആ മരണ വീട്ടില് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ആ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും ആര് ചെയ്താല്. ഒരു മുഅല്ലിം ചെന്നിട്ട് അവർക്ക് മയ്യത്ത് കുളിപ്പിക്കാനും മറ്റുള്ള ആ വീട്ടുകാർക്ക് മയ്യത്തുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെയും ചെയ്തു കൊടുക്കുന്ന ഒരു സന്നദ്ധ സേവകരായി നമ്മൾ മാറുകയാണ്. നമ്മൾ ചിലപ്പോ
പള്ളിയിലെ ഖത്തീബ് എന്നാലേക്ക് പയ്യത്ത് കൊണ്ടുവന്നാൽ ഖബറിലേക്ക് പോകുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് അൽഫാത്തിഹ വിളിക്കുമ്പോൾ ദുആ ചെയ്യാൻ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, നമ്മൾ ചെല്ലാറുള്ളൂ. ആ സമയത്ത് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ അവരുടെ ഒപ്പം നിന്ന് അവരെ കുളിപ്പിക്കാൻ ഹെൽപ്പ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളും ഖബറിൽ ഇറക്കുന്നതിന് മുമ്പ് പിടിവണ്ണ് മാറിയിടാനും മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഖബറിൽ ഇറക്കാനേ നമുക്ക് പ്രയാസമാണെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു ട്രെയിനിങ് ഒക്കെ നേടി അതിനൊരു പ്രത്യേക സംവിധാനമൊക്കെ ഒരുക്കി അങ്ങനെ ഒരു സന്നദ്ധ സേവകരായി നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. കേവലം നമ്മൾ എന്ന ഈ ഉന്നതമായ സ്ഥാനത്ത് കഴിയുന്ന ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം സന്നദ്ധ സേവന രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചാൽ വലിയ എഫക്റ്റ് കിട്ടും, വലിയ സ്വീകാര്യത കിട്ടും, സമൂഹത്തിൽ വലിയ സ്വീകാര്യത കിട്ടും. അങ്ങനെ കിഫായ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ സന്നദ്ധ സേവന സമൂഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, സംസ്ഥാന മൊലിനി സെറ്റ് ആക്കുന്നുണ്ട്. 70 മുഅല്ലിം മൻസിലുകൾ ഇൻഷാ അല്ലാഹ് 70ാം വാർഷികത്തോടനുബന്ധിച്ച് അടുത്ത വർഷം പ്രഖ്യാപിക്കും. ഇപ്പൊ ഈ പ്രഖ്യാപിച്ച 100-ന് പുറമെ 70 മുഅല്ലിം മൻസിലുകൾ ഇനിയും പ്രഖ്യാപിക്കും ഇൻഷാ അല്ലാഹ്. അത് അടുത്ത ഉദ്ഘാടന ജനുവരിയിലെ നീലഗിരിയിലെ സംസ്ഥാനതല ഉദ്ഘാടന സമ്മേളനത്തിലാണ് ഇനി പ്രഖ്യാപിക്കുക. അത് ഏകദേശം 15 ലക്ഷം രൂപയോളം എന്ത് ചെയ്യും, ലഭ്യമാകുന്ന മുഅല്ലിം മൻസിലുകളായിരിക്കും. ഇപ്പൊ 10 ലക്ഷമാണ് കൊടുക്കുന്നത്, 15 ലക്ഷത്തോളം രൂപ വരുന്ന മുഅല്ലിം മൻസിലുകളായിരിക്കും. അപ്പൊ അങ്ങനെ നിരവധി പദ്ധതികൾ മദ്രസയിൽ നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധാരണ പോലെ ഉണ്ട്. ഇപ്പോ നമ്മുടെ മുസാബക്ക നമ്മുടെ പണ്ട് കേരളത്തിൽ എല്ലാ ജില്ലകളിലും നടന്ന് കേരളം കഴിഞ്ഞ സംസ്ഥാന പരിപാടി കഴിഞ്ഞ് നിർത്തുമായിരുന്നു. ഇപ്പൊ ദേശീയ മുസാബക്ക നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ വർഷം അത് നടന്നെന്ന് ഓർമ്മയുണ്ട്. കഴിഞ്ഞ 5 വർഷം ബോംബെയിലെ ഡോംഗിരിയിലാണ് ദേശീയ മുസാബക്ക നടന്നത്, അല്ലെ? ബോംബെയിലെ ഡോംഗിരിയിൽ. അപ്പൊ എന്താവും, കേരളത്തിൽ നിന്ന് ഫസ്റ്റ് നേടി ജയിച്ച കുട്ടികളും കർണാടകത്തിൽ നിന്ന് ജയിച്ച കുട്ടികളും തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ച കുട്ടികളും ആസാമിൽ ജയിച്ച കുട്ടികളും മഹാരാഷ്ട്രയിൽ ജയിച്ച കുട്ടികളൊക്കെ ഇങ്ങനെ വരികയാണ്. അവിടെയൊക്കെ മദ്രസകൾ നമുക്ക് ഇഷ്ടം പോലെ ആയി. അപ്പൊ എന്ത് ചെയ്യും, ദേശീയ മുസാബക്ക ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പണ്ട് കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ സംവിധാനം കേരളത്തിന് പുറത്തേക്കും എന്ത് ചെയ്തു, അൽഹംദുലില്ലാഹ് അത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുഅല്ലിം ഡേ നമ്മൾ ചെറിയൊരു കാര്യമായിട്ട് കാണേണ്ട സാധനമല്ല. മുഅല്ലിം ഡേ ഇവിടെ ആചരിക്കാറില്ലേ? ഉണ്ടല്ലോ, അല്ലെ? സമാധാനം ഉണ്ടല്ലോ. അപ്പോ ആ മുഅല്ലിം ഡേ പദ്ധതി നമ്മൾ ഓർക്കും, മുഅല്ലിം ഡേക്ക് ഉസ്താദ്മാരെ കുറച്ച് പൈസയൊക്കെ തിരിച്ച് എന്ത് ചെയ്യുന്നു, ഓഫീസിൽ കൊണ്ട് അടക്കുന്നു. ഓഫീസിൽ കൊണ്ടുപോകുന്ന അടയ്ക്കുന്ന ഈ പൈസ ഒന്നുപോലും കൃത്യമായ കണക്ക് എല്ലാ മാസവും മീറ്റിംഗിൽ എന്ത് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്. എനിക്കതിനെ സുപരിചിതമായ 3 സീസൺ മെമ്പർമാർ ഇവിടെ ഉണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് ജമീഅത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന കൗൺസിൽ അംഗമാണ്, തദ്രീബിന്റെ സംസ്ഥാന കൺവീനറുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉസ്താദ്, അതിനു മുമ്പ് ഈ ഉസ്താദ് ഉണ്ടായി, ഷാജാൻ ഉസ്താദാണ്. ഇവര് 3 ആളും സംസ്ഥാന കൗൺസിൽ എല്ലാ മാസവും കൃത്യമായ കണക്കുകൾ എന്ത് ചെയ്യും, അവിടെ വായിക്കപ്പെടും. ഒരു രൂപ വ്യത്യാസം വരാതെ ഓഡിറ്റ് ചെയ്ത കണക്കാണ് എല്ലാ മാസവും വായിക്കുക. അതോടൊപ്പം തന്നെ ഈ മുഅല്ലിം ഡേക്ക് തിരിക്കുന്ന പൈസ, ഒരു തവണ തിരിക്കുന്ന പൈസ ഒരു പക്ഷെ മുഅല്ലിം മൻസിലുകൾക്ക് വേണ്ടി പ്രത്യേകം എന്ത് ചെയ്യും, ഇതിങ്ങനെ പലതുള്ളി പെരുവെള്ളം പോലെ സ്വരുക്കൂട്ടിയിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ നിന്ന് നമ്മൾ ആകെ നടക്കുന്ന പൈസ 2 ദിവസം ഒരു 1 ലക്ഷം രൂപ താഴെ, അല്ലെ? ഒരു 50,000-ന്റെ ഒക്കെ അത്രയല്ലേ വരാറുള്ളൂ, അല്ലെ? ഇപ്പൊ എറണാകുളം ജില്ല, എന്റെ ജില്ലയിൽ നിന്ന് പോലും ഞങ്ങളൊരു 7 ലക്ഷം 8 ലക്ഷം രൂപ അടയ്ക്കാറില്ല. ഇപ്പോ അങ്ങനെ അടച്ചാലും എന്റെ ജില്ലയിൽ കിട്ടുന്ന രൂപ എത്രയാ? 10 ലക്ഷം. എന്റെ തൊട്ടടുത്ത ജില്ലയാണ് ഇടുക്കി ജില്ല. ഇതേപോലെ 3 റേഞ്ചുള്ളൂ. 2 റേഞ്ചാണ് ആക്റ്റീവ് ആയിട്ടുള്ളൂ. ആ റേഞ്ചിൽ നിന്ന് ഒരു 35,000 40,000 രൂപയാണ് എന്ത് ചെയ്യാറുള്ളൂ, അടയ്ക്കാറുള്ളൂ. പക്ഷെ അങ്ങോട്ട് കിട്ടുന്ന എത്ര ലക്ഷം രൂപ? 10 ലക്ഷമാണ്. അതുകൊണ്ടാണ് എല്ലാരും കൂടി ഒരു സ്ഥലത്ത് നിന്ന് തിരിച്ച് അവിടെ തന്നെ എടുക്കൽ സംവിധാനം നടക്കൂല. ഇപ്പൊ കന്യാകുമാരി ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഉള്ള മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ 25ഉം 50ഉം ലക്ഷം 1 കോടി രൂപയൊക്കെ പിരിക്കുന്ന ജില്ലകളുണ്ട്. എവിടെ? മലപ്പുറത്ത്. അവര് പിരിക്കുന്ന അവർക്ക് എത്ര കിട്ടുള്ളൂ? 10 ലക്ഷം രൂപ കിട്ടുള്ളൂ. ഈസ്റ്റിലും വെസ്റ്റിലും കൂടി ആകുമ്പോ 2 പേര് 4 പേര് കൊടുക്കാറുണ്ട്. കാരണം അവർ പരിഗണിക്കുകയാണ് അതിനുവേണ്ടി. ആ പൈസ കൂടി നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ വാക്കുകൊണ്ട് പരിശ്രമം കൊണ്ട് ലഭിക്കുന്ന 50 അല്ലെങ്കിൽ 100 രൂപ അത് പലതുള്ളി പെരുവെള്ളമായി സ്വരൂപിച്ച് നമ്മൾ അടയ്ക്കുമ്പോൾ അതിന്റെ ഒരു തുക നമ്മുടെ ജില്ലക്ക് ഇരട്ടിയല്ല 10 ഇരട്ടിയായിട്ട് കിട്ടാറുണ്ട്. അപ്പൊ ആ വിഷയത്തിൽ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങൾ, നമ്മളുടെ അധ്വാനം കൊണ്ട് ഏതെങ്കിലും ഒരു മുഅല്ലിമിന് ഒരു വീട് കിട്ടിയാൽ അതിന് നേട്ടാർക്കാം നമുക്കുണ്ടാവില്ലേ? ഞാൻ ഓർക്കാറുണ്ട്, എറണാകുളം ജില്ലയില് വർഷങ്ങളായിട്ട് അതിന്റെ സംസ്ഥാന കമ്മിറ്റിയിലുള്ളതുകൊണ്ട് ഒരു മുഅല്ലിം മൻസിൽ പാസ്സായി. ആ മുഅല്ലിമിനെ ഞാനിപ്പോ അവസാനം മുഅല്ലിം മൻസിൽ കൊടുത്ത ആ ഉസ്താദ് ഒരു അഷറഫി ഉസ്താദാണ്.
ഒരു അഷ്റഫ് സർവീസാണ്. അദ്ദേഹം ആ പാല് കാച്ചുന്ന സമയത്ത് ആ വീടിന്റെ ഉടുക്കാൻ താക്കോല് വാക്കുകൊടുത്താൽ കൊടുക്കുമ്പോൾ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പുരുഷായുസ് മുഴുവൻ ദീനിന് വേണ്ടി ഇങ്ങനെ അധ്വാനിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കാൻ കഴിയാത്തൊരു പ്രയാസത്തിൽ നിന്ന് അദ്ദേഹത്തിന് വീട് കിട്ടുന്നത് ജമിയത്തുൽ ഉലമയിൽ. ജമിയത്തുൽ ഉലമയിൽ 10 ലക്ഷം രൂപ കൊടുത്തപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന നാട്ടുകാരും ചെയ്തു. അൽഹംദുലില്ലാഹ് അതിന് ആവശ്യമായി സഹായം ചെയ്തു. മനോഹരമായൊരു മാലിന്യം മനസ്സിൽ അവിടെ പണി കഴിപ്പിച്ചു. അതിന്റെ താക്കോലേക്ക് വാങ്ങും അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു. എന്താ കാരണം? ഞാൻ പ്രവർത്തിച്ച എന്റെ മഹിതമായ സംവിധാനത്തിന് എനിക്ക് വലിയൊരു സഹായം വീടായല്ലോ. ഇങ്ങനെ ഓരോ വീടുകളും അത് ഓരോ മുഅല്ലിമിന്റെയും വലിയ സ്വപ്നമാണ്. അതിലേക്കുള്ള ഏറ്റവും നല്ല പണസ്വരൂപണമാണ് മുഅല്ലിമിലൂടെ നടത്തുന്നത്. മുഅല്ലിമിന്റെ ഒരു ദിവസം എന്ന നിലക്ക് അത് കണക്ക് കൂട്ടുമ്പോൾ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷദായകമാണ്. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണോ വേണ്ടേ? പറ. നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരു രക്ഷിതാവ് 50 എന്നുള്ളത് 100 രൂപ കൊടുത്തുവിട്ടാൽ അതിന് നേട്ടാർക്കാം. നമുക്കതിന് നമ്മൾ 5 ദിവസം കൊടുക്കണില്ല. പക്ഷെ നമ്മൾ കാരണമായി ഒരു രക്ഷിതാവ് 50 100 ആക്കിയാൽ 100 200 ആക്കിയാൽ അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുകയില്ലേ? ഉറപ്പായിട്ടും കിട്ടും. ഇതാണ് മുഅല്ലിമിന്റെ ഫണ്ടിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു, ഞാൻ ഉറപ്പ് പറയുന്നത് കാരണം ഈ സംവിധാനം ഗ്രാറ്റുവിറ്റി കൊടുക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഒരു വർഷത്തെ മുഅല്ലിമിന്റെ പൈസ അങ്ങനെ തന്നെ ഒരു ബിൽഡിംഗ് വാങ്ങിച്ച്, നിങ്ങൾക്കറിയാം കോഴിക്കോട് പോയാൽ അൽസലാമ ഐസ് ഹോസ്പിറ്റൽ നിലകൊള്ളുന്നത് ജമിയത്തുൽ ഉലമയുടെ സ്ഥാപനത്തിലാണ്. ആ സ്ഥാപനം മുഅല്ലിമിന്റെ ഫണ്ട് കൊണ്ട് തിരിച്ചു വാങ്ങിച്ചതാണ്. ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന വാടകയാണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണത്. അൽഹംദുലില്ലാഹ് അതിങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി 1 വർഷം 2 വർഷം 3 വർഷം 34 കോടി എവിടെ ഉണ്ടാക്കും? അപേക്ഷ വെച്ചിട്ട് കൊടുക്കാനില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ ആ നിലക്ക് ഉസ്താദുമാരുടെ സഹായം കൊണ്ട് തന്നെയാണ്, ഉസ്താദുമാരുടെ നാവിലൂടെ രക്ഷിതാക്കളുടെ നല്ലവരായ രക്ഷിതാക്കളുടെ ഈ മാനേജ്മെന്റിന്റെ ഒക്കെ പിന്തുണ കൊണ്ടാണ് ഈ സംവിധാനം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വലുതായി മനോഹരമായി വരുന്നത്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിശ്ചയമായ സഹകരണങ്ങൾ ഉണ്ടാകണം. ജമിയത്തുൽ ഉലമയുടെ 7ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിന്റെ പദ്ധതികളൊക്കെ വളരെ കൃത്യമായി നമ്മുടെ ജില്ലയിൽ നടപ്പിലാക്കാൻ സാധ്യമാവുന്നതൊക്കെ നടപ്പിലാക്കാൻ കഴിയണം. അതോടൊപ്പം ഈ സംവിധാനം വെല്ലുവിളികൾ വർഷം കൂടുന്തോറും നേരിടേണ്ടി വരും. ആ വെല്ലുവിളികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് കണ്ട് അതിജീവിച്ച് ഈ മദ്രസ സംവിധാനം, ഈ ദീൻ പഠിപ്പിക്കൽ അള്ളാഹു എന്റെ മേൽ ചുമതലപ്പെടുത്തപ്പെട്ട വിഷയമാണ്. ഞാൻ അതിനോട് 100% നീതി പുലർത്തേണ്ടതുണ്ട്. മാനേജ്മെന്റ് ആണെങ്കിൽ ആ മാനേജ്മെന്റ് എന്താണ്? അള്ളാഹു തെരഞ്ഞെടുപ്പ് നിയമിച്ചിരിക്കുകയാണ് ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി. അപ്പോ ആ വിഷയത്തിൽ എനിക്ക് 100% നീതി പുലർത്തണം എന്നൊരു ചിന്തയും ബോധവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അങ്ങനെ നമുക്ക് അള്ളാഹു നൽകിയ ആയുസ്സിൽ ദീനിന് വേണ്ടി കുടുംബത്തെടുത്ത് അള്ളാഹുവിന്റെ റസൂൽ പോയി സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച്, സമയം വൈകിട്ടില്ലാന്ന് തോന്നുന്നു, എന്തായാലും അവസാനിപ്പിക്കാൻ 2 ക്ലാസ് കൂടി ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരുടെ തമിഴ് ഭാഷയിൽ മനോഹരമായി നിങ്ങൾക്ക് നൽകും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിലായല്ലോ അല്ലേ? ഇല്ലേ സാർ? മനസ്സിലായി. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നടപ്പിലാക്കണം. അള്ളാഹു നടപ്പിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഓരോ വർഷം ഓരോ പദ്ധതികളെങ്കിലും ഒന്ന് നടപ്പിലാക്കി കിട്ടിയാൽ മതി, വളരെ മനോഹരമാകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.